മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലാ കമ്മിറ്റി നടത്തിയ ജാഥയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയ നേതാക്കൾക്ക് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പരസ്യ ശാസന. ജില്ലാ ജനറൽ സെക്രട്ടറി ടി.എ. സിദ്ദിഖ് അവധിയിൽ പ്രവേശിച്ചു. ട്രഷറർ ടി.എ. സലാമിന് പകരം ചുമതല നൽകി. പാർട്ടി ഭരിക്കുന്ന അരിയൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ബാങ്ക് മുൻ പ്രസിഡന്റായിരുന്ന ടി.എ. സിദ്ദിഖ് കൂടി നയിക്കുന്ന ജാഥയോട് സഹകരിക്കേണ്ടെന്ന നിലപാട് ചില നേതാക്കൾ എടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായി തെങ്കരയിലും കുമരമ്പത്തൂരിലും അലനല്ലൂരിലും ജാഥയ്ക്ക് സ്വീകരണം നൽകിയിരുന്നില്ല. ഇത് പാർട്ടിക്കുള്ളിലും പുറത്തും ചർച്ചയായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച ജാഥയോട് സഹകരിക്കാതിരുന്നത് പാർട്ടി ഗൗരവമായി കാണുമെന്ന് ജാഥ ക്യാപ്റ്റൻ മരക്കാർ മാരായമംഗലം ജാഥയുടെ സ്വീകരണ യോഗങ്ങളിൽ പറഞ്ഞിരുന്നു. വ്യാഴാഴ്ച പാലക്കാട് ചേർന്ന യോഗത്തിൽ ഇക്കാര്യം ചർച്ചയാവുകയും ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് പൊൻപാറ കോയക്കുട്ടി, ജില്ലാ സെക്രട്ടറി ടി.എ. സലാം, മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ തുടങ്ങിയവരെ പാർട്ടി ശാസിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം. ജാഥ മണ്ണാർക്കാട് മേഖലയിൽ എത്തിയപ്പോൾ ഈ നേതാക്കൾ വിട്ടുനിന്നിരുന്നു. അതേസമയം 3 മാസത്തെ അവധി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ടി.എ. സിദ്ദിഖ് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ അപേക്ഷ അംഗീകരിച്ചു. ഇക്കാര്യം സംസ്ഥാന പ്രതിനിധി സി.എച്ച്. റഷീദ് യോഗത്തെ അറിയിച്ചു. ജനറൽ സെക്രട്ടറിയുടെ ചുമതല ജില്ലാ ട്രഷറർ പി. സലാമിന് നൽകുകയും ചെയ്തു. അരിയൂർ ബാങ്ക് വിഷയത്തിൽ ഉയർന്ന ആക്ഷേപങ്ങൾ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ പരിശോധിക്കണമെന്നും കുറ്റക്കാരനാണെങ്കിൽ പാർട്ടി നിർദ്ദേശിക്കുന്ന നടപടി നേരിടാൻ തയ്യാറാണെന്നും കുറ്റക്കാരനല്ലെങ്കിൽ അർഹിക്കുന്ന പരിഗണന നൽകണമെന്നും അവധി അപേക്ഷയിൽ സിദ്ദിഖ് അഭ്യർത്ഥിച്ചിരുന്നുവെന്നാണ് വിവരം. ഹനീഫ പെരിഞ്ചേരി, ഹനീഫ മുന്നിയൂർ എന്നിവരാണ് അന്വേഷണം നടത്തുക. അതേസമയം പാർട്ടി ടി. സിദ്ദിഖിനെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചതായും ആക്ഷേപമുണ്ട്. തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ. കെൻസ ഗോൾഡൻ ഡയമണ്ട്സ്, കല്ലടിക്കോട്, കോട്ടോപ്പാടം, എലമ്പുലാശ്ശേരി.